എഴത്തൂർ മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ എൽസമ്മയെ തല്ലുന്ന അലീനയെ കണ്ട് ഞെട്ടുന്ന സ്റ്റാലിയാണ് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ സ്റ്റാലിയുടെ അടുത്ത് തർക്കത്തിനായിട്ടും അലീനയെ പറഞ്ഞു വിടണമെന്ന ആവശ്യമായിട്ടും ആര് വന്നെത്തുന്നു? റീത്തയും എൽസമ്മയും കടന്നു വരികയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ ജോലിക്കാരെ നല്ല രീതിയിൽ അലീന പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതായത് അവരെ ഇനിയും കക്കാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ പപ്പയെ അവർ മോചിപ്പിച്ച് കളയും. പപ്പയുടെ എല്ലാ സ്വത്തും അവർ കൈക്കലാക്കുമെന്ന് അലീനയ്ക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ അലീനയാണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിൽക്കാമെന്നും അല്ലാത്ത പക്ഷം നിങ്ങൾക്കിവിടെ നിന്ന് പോകാമെന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇതേ സമയം ഞങ്ങൾ പ്രശ്നത്തിലൊന്നുമില്ല കുഞ്ഞെ, ഞങ്ങൾ നല്ല രീതിയിൽ നിന്നോളാം കുഞ്ഞെ, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കില്ല കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കൈയും കാലും പിടിച്ച് നമ്മുടെ പൗലോസും കൂടാതെ ആണെങ്കിൽ ബൈജുവും ആൻ്റപ്പനും സാറിനെ, അതായത് നമ്മുടെ സ്റ്റാലിനെ ഒന്നും അറിയിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ അലീനയാണെങ്കിൽ താൻ പറയുന്നില്ല എന്നും മാന്യമായിട്ട് നിൽക്കണമെന്നും മാന്യമായിട്ട് നിന്നാലാണ് നിങ്ങൾക്ക് നല്ല ഉയർന്ന രീതിയിൽ പെരുമാറാനും ഭയമൊന്നുമില്ലാതെ എന്നോട് സംസാരിക്കാനും കൂടാതെ തന്നെയാണെങ്കിൽ കള്ളത്തരമൊന്നും ചെയ്യാതിരിക്കാനും തോന്നുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. നിങ്ങൾ പല തവണയായി പപ്പയെ പറ്റിച്ചെടുത്ത പൈസ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഞാൻ പിടിച്ചെടുക്കുമെന്നും അലീന പറയുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പാവപ്പെട്ട അനാഥാലയങ്ങൾക്ക് ആ പൈസ പിടിച്ചെടുത്ത് ഞാൻ കൊടുക്കുമെന്നും പറയുന്നൊരു കാഴ്ച കാണാം. അതായത് നിങ്ങൾക്കിപ്പോൾ 25,000 ശമ്പളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ 5,000 രൂപ പിടിച്ച് 20,000 കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി ഈ ജോലി നിർത്തി പോകണമെങ്കിൽ ആ പൈസ, മോഷ്ടിച്ച പൈസ കണക്ക് കൂട്ടി പറഞ്ഞ് ആളാവീതം എടുത്തതിൻ്റെ കണക്ക് തന്ന് തീർത്തട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ എന്നും അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അവരാണെങ്കിൽ ആകെ പെട്ടുപോകുന്നതാണ് കാണാൻ സാധിക്കുക. കുഞ്ഞെ, ഞങ്ങൾ സത്യസന്ധമായിട്ട് നിന്നോളാമെന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും നമ്മുടെ ആൻ്റപ്പൻ വാക്ക് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെയായിരിക്കും പെടാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നു. പപ്പയെ നല്ല രീതിയിൽ അറിയാലോ അല്ലേ? പപ്പയുടെ ബുദ്ധിയും പപ്പയുടെ ശക്തിയും പപ്പയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും നിങ്ങൾക്ക് ഇത്ര നാളുകൊണ്ട് അറിയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പപ്പയോട് ഇപ്പോൾ പറയുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാനത് പപ്പയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുമെന്നും നിങ്ങളെ തന്നെ ഒടുവിൽ ശിക്ഷിക്കേണ്ടി വരുമെന്നും നിങ്ങൾ ചെയ്ത കുറ്റത്തിന് പപ്പ നിങ്ങളെ ജയിലിലേക്ക് തീർച്ചയായും അയക്കുമെന്നും നിങ്ങളെ ചിലപ്പോൾ തല്ലിയെന്ന് വരെ വരാമെന്നും അലീന പറയുകയാണ്. ഇതേ സമയം ഞങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് 3 പേരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുകയാണ് എന്ന് കാണാം. ഒടുവിൽ നമ്മുടെ ഡ്രൈവറായ ബൈജു വിളിച്ചു പറഞ്ഞ പ്രകാരം ആഞ്ഞ വീട്ടിൽ നിന്നും എൽസമ്മയും റീത്തയും വന്നെത്തുകയാണ് വീണ്ടും ഒരു പ്രശ്നത്തിന്. അതായത് നാളെയാണെങ്കിൽ റീത്താമ്മയെ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിക്കാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ സാധിക്കും.
അത് വേറെ ഒന്നുകൊണ്ടുമല്ല കേട്ടോ. അതായത് നമ്മുടെ റീത്ത എൽസമ്മ ഇനി വന്നില്ലെങ്കിൽ കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആകില്ല. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവരുന്നത്. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് അവർ വന്നെത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ വലിയൊരു പ്രശ്നത്തിനാണ് അവർ തിരി കൊളുത്തുന്നത് എന്നും കാണാൻ സാധിക്കും. അങ്ങടും ഇങ്ങടും വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും ഉന്തും തള്ളുമൊക്കെ ആയിട്ട് അവരിങ്ങനെ നിലയുറപ്പിക്കുകയാണ്. അതായത് ആദ്യം തന്നെ സ്റ്റാലിയെ വിചാരണ ചെയ്യുകയാണ്. വികാരി അച്ഛൻ പറഞ്ഞിട്ടും സ്റ്റാലി, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവളെ പുറത്താക്കാൻ കഴിയാത്തത് എന്ന് എൽസമ്മയും റീത്തയും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. ഇതേ സമയം അവളെ ഞാൻ പുറത്താക്കി കഴിഞ്ഞാൽ തനിക്ക് തുണയായിട്ട് ആരാണുള്ളത്? തന്നെ സംരക്ഷിക്കാനും തനിക്ക് സ്നേഹിക്കാനും ആരാണ് ഉള്ളത് എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഇവിടെ വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ മകളെ ഞാൻ എന്തായാലും ദൈവം സഹായിച്ച് പുറത്തേക്കാക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി, നിങ്ങൾ എന്തായാലും അലീനയെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും എൽസമ്മേ അത് നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ റീത്തയാണെങ്കിൽ എങ്കിൽ പിന്നെ നിൻ്റെ സ്വത്തുക്കൾ ഇവൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇവളുടെ വീട്ടിലെ സ്ത്രീധനം കൊണ്ടൊന്നും വാങ്ങിയതല്ല, ഈ സ്വത്ത് ഉണ്ടാക്കിയതുമല്ല, എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ പ്രയത്നം കൊണ്ടും ഉണ്ടാക്കിയെടുത്തത് വെറുതെ അങ്ങോട്ട് തള്ളിക്കൊടുക്കാൻ ഇവർ എനിക്ക് തന്നിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ റീത്താമ്മേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം റീത്തയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അലീന അവിടേക്ക് വരുന്നു. ഇവളാണ് ആ പിഴച്ച് പ്രസവിച്ച സന്താനമെന്ന് പറഞ്ഞുകൊണ്ട് റീത്ത അലീനയെ എൽസമ്മയ്ക്ക് പരിചയപ്പെടുത്തുന്നു. എൽസമ്മ അലീന ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസമ്മയോട് പറയാണ് അലീന, മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ തനി സ്വഭാവം നിങ്ങൾ അറിയുമെന്ന് പറയുന്നത് കാണാം. മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും പറയുന്നു. സ്റ്റാലിൻ്റെ മുമ്പിലിട്ട് തല്ലുകയും ചെയ്യുന്നു.